തെരുവുനായ ശല്യത്തിന് പരിഹാരമായി നിയന്ത്രണങ്ങളോടെ ആക്രമണകാരികളായ തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. പേവിഷബാധയേറ്റതും ഗുരുതരമായി പരിക്കേറ്റതും മാറ്റാനാകാത്ത രോഗബാധയുള്ളതുമായ നായകളെയും നിബന്ധനകൾ പാലിച്ച് ദയാവധം ചെയ്യാം. ആക്രമണകാരികളായ തെരുവുനായകളെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ദയാവധം ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പേവിഷബാധയേറ്റ നായകൾ, ഗുരുതരമായി പരിക്കേറ്റവ, ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളവ എന്നിവരെയും നിബന്ധനകൾ പാലിച്ച് ദയാവധം ചെയ്യാം. നായകളെ ദയാവധം ചെയ്യുന്നതിനായി മരുന്ന് കുത്തിവെക്കേണ്ടത് വെറ്ററിനറി സർജൻ മാത്രമായിരിക്കണം. ഇതിനായി തദ്ദേശ സ്വയംഭരണ തലത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്ഥാപനത്തിലെ ചെയർപേഴ്സൺ അധ്യക്ഷയും സെക്രട്ടറി കൺവീനറുമായിരിക്കും. വാർഡ് മെമ്പർ, വെറ്ററിനറി സർജൻ, മെഡിക്കൽ ഓഫീസർ, ABC കേന്ദ്രത്തിലെ പ്രൊജക്ട് ഇൻചാർജ്, അനിമൽ വെൽഫെയർ ബോർഡ് അംഗം എന്നിവർ കമ്മിറ്റി അംഗങ്ങളായിരിക്കും. നായകളെ യന്ത്രം ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ കർശനമായി വ്യക്തമാക്കുന്നു. ദയാവധത്തിനായി സോഡിയം പെന്റോബാർബിറ്റൽ, തയോപെന്റൽ സോഡിയം എന്നീ മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ദയാവധത്തിന് മുമ്പ് നായയെ പിടികൂടിയ ശേഷം 3 ദിവസം ഐസൊലേഷൻ സെല്ലിൽ പാർപ്പിക്കണം. തുടർന്ന് ആരെങ്കിലും നായയെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് പരിശോധിച്ച ശേഷമേ ദയാവധം നടത്താവൂ എന്നും സർക്കാർ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. മീഡിയ ടൈം, കൊച്ചി.